കൊച്ചിൻ എയർപോർട്ടിൽ നിന്ന് ബാങ്കോക്കിലേക്ക് പോകാണ്. നമ്മുടെ ഫ്ലൈറ്റിൻ്റെ പേര് എയർ ഏഷ്യ. കൊച്ചിയിൽ നിന്ന് ബാങ്കോക്ക് വഴി ഫുക്കറ്റിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഫുക്കറ്റ് തായ്ലാൻഡിൻ്റെ ഒരു സദേൺ മോസ്റ്റ് പാർട്ടിലുള്ള ഒരു സിറ്റിയാണെന്ന് പറയാം. എയർപോർട്ടിൽ എത്തിയിരിക്കുന്നു. എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കാം. നമ്മുടെ ഈ ടൂറ് ഒരു ഫുൾ പാക്കേജാണ്. അപ്പോൾ നമ്മൾ റിസീവ് ചെയ്യാൻ വേണ്ടി പുറത്തൊരാളുണ്ടാവും എന്നാണ് പറഞ്ഞത്. ഏതായാലും നമുക്ക് അയാളെ കണ്ടുപിടിക്കാൻ നോക്കാം. പേരുകൾ എഴുതി വെച്ച ഒരുപാട് നെയിം കാർഡുകൾ ഇവിടെ കാണാം. ഏതായാലും എൻ്റെ പേര് അതിലുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഉണ്ടാവും എന്നാണ് പറഞ്ഞത്. ട്രാൻസ്പോർട്ടേഷനും അക്കോമഡേഷനും അറേഞ്ച് ചെയ്തിരിക്കുന്ന കമ്പനി. ഏതായാലും എൻ്റെ പേര് അവിടെ കണ്ടിട്ടുണ്ട്. ഇദ്ദേഹമായിരിക്കണം ഇന്നത്തെ നമ്മുടെ ടൂർ ഗൈഡ്. എൻ്റെ പേര് തന്നെയാണോ എന്ന് കൺഫേം ചെയ്യിക്കുന്നുണ്ട്. ടൂർ ഗൈഡ് വണ്ടി എടുക്കാൻ വേണ്ടി പാർക്കിങ്ങിലേക്ക് പോയിരിക്കുകയാണ്. നമ്മളിപ്പോൾ എയർപോർട്ടിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നു. ഇപ്രാവശ്യം പതിവിൽ നിന്ന് വ്യത്യാസമായി നമ്മൾ 3 ഫാമിലികൾ ഒരു ഗ്രൂപ്പായിട്ടാണ് പോകുന്നത്. നമ്മുടെ ഫ്രണ്ട്സുമായിട്ടാണ് ഇപ്രാവശ്യത്തെ ടൂർ പാക്കേജിലെ ആദ്യത്തെ വിസിറ്റിംഗ് പ്ലേസ് ഒരു പേൾ ഫാക്ടറിയാണ്. ഫുക്കറ്റിലെ ഒരു പേൾ ഫാക്ടറിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മൾ ആദ്യമായിട്ട് എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്ത് നേരെ ഈ പേൾ ഫാക്ടറിയിലേക്കാണ് കൊണ്ടുവന്നത്. അപ്പോൾ അതിനകത്ത് എന്താണ് നമുക്ക് നോക്കാം. ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന മുത്തുകൊണ്ടുണ്ടാക്കിയ ധാരാളം ആഭരണങ്ങൾ അവിടെ പ്രദർശനത്തിനായി വച്ചിട്ടുണ്ട്. നമുക്ക് അത് വാങ്ങിക്കാനുള്ള സൗകര്യമുണ്ട്. എല്ലാത്തിനും അത്യാവശ്യം നല്ല വിലയുണ്ട്. മുത്തുകൾ ഉണ്ടാകുന്നത് മുത്തുച്ചിപ്പിയുടെ ഷെല്ലിനുള്ളിലാണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അത് കടലിലാണ് സാധാരണ ഉണ്ടാവാറ്. ഈ ഫാക്ടറിയിൽ കടലിൻ്റെ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചെടുത്ത് മുത്തുച്ചിപ്പിയെ അതിനുള്ളിൽ നിക്ഷേപിച്ച് കാത്തിരുന്ന് മുത്തുകൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഫാക്ടറിയാണ് ഇത്. ഇവിടെ നിന്ന് നമ്മൾ ഒരു ടെമ്പിൾ കാണാൻ വേണ്ടിയാണ് പോകുന്നത്. അപ്പോൾ അങ്ങോട്ട് പോകാം. അടുത്തതായി നമ്മൾ പോകുന്നത് ഫുക്കറ്റിലെ തന്നെ ചലോങ് എന്ന സ്ഥലത്തുള്ള ഒരു ടെമ്പിൾ സന്ദർശിക്കാനാണ്. ഒരു ബുദ്ധ ടെമ്പിളാണിത്. ഫുക്കറ്റിൻ്റെ സൗത്ത് പാർട്ടിലുള്ള ചലോങ് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു ടെമ്പിളാണിത്. ബുദ്ധിസ്റ്റ് ടെമ്പിളാണ്. നമുക്കതൊന്ന് കാണാം. അതിൽ ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ ചെറിയ തോതിൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു. മഴ മാറി ഒരവസ്ഥയായിരുന്നു. അതിനുശേഷം നമ്മൾ അമ്പലത്തിൻ്റെ അകത്തേക്ക് കയറി അമ്പലത്തിൻ്റെ അകത്തുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. അമ്പലത്തിൻ്റെ ഉൾഭാഗം ഭയങ്കര ലക്ഷൂറിയസ് ആണ്. മൊത്തത്തിൽ സ്വർണത്തിലുള്ളൊരു തീമാണ്. ധാരാളം ബുദ്ധ പ്രതിമകൾ പല വലിപ്പത്തിലും പല രീതിയിലുമുള്ള പ്രതിമകൾ ഇതിനുള്ളിൽ കാണാം. ഈ അമ്പലം 2-3 നിലകളിലായിട്ടാണുള്ളത്. നമുക്ക് അമ്പലത്തിൻ്റെ മുകളിൽ എന്താണെന്ന് കൂടി നോക്കാനുണ്ട്. നമുക്കപ്പോൾ അങ്ങോട്ടുകൂടി പോയി നോക്കാം. അമ്പലത്തിന് മുകളിലുള്ള ഒരു ഗാലറി പോലെ എന്ന് പറയാൻ വേണമെങ്കിൽ ഒരു ബാൽക്കണി പോലെ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കയറി വന്ന ഭാഗം കൃത്യമായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. ഈ കാണുന്ന സ്ഥലമാണ് കരോൺ വ്യൂ പോയിന്റ്. ആ കാണുന്നത് ആൻഡമാൻ സീ ആണ്. കരോൺ വ്യൂ പോയിന്റിൽ നിന്ന് നോക്കിയാൽ 3 ബീച്ചുകൾ നമുക്ക് കാണാൻ സാധിക്കും. കട്ടാനോയ്, കട്ടായായ് ആൻഡ് കരോൺ ബീച്ച്. ഇങ്ങനെയുള്ള ഈ 3 ബീച്ചുകളാണ് മെയിനായിട്ട് ഇവിടെ നിന്ന് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ധാരാളം ടൂറിസ്റ്റുകൾ ഈ വ്യൂവിന് വേണ്ടിയിട്ട് ഇവിടെ വന്ന് ഫോട്ടോകൾ എടുക്കാറുണ്ട്. ഈ വ്യൂ പോയിന്റിൽ നോക്കുമ്പോൾ അങ്ങകലെ ഒരു വലിയ ബുദ്ധപ്രതിമ കാണാൻ സാധിക്കും. ഇത് തായ്ലാൻഡിൽ എല്ലാ സ്ഥലങ്ങളിലും ഇതുപോലൊരു ബിഗ് ബുദ്ധ പ്രതിമ കണ്ടിട്ടുണ്ട്. ഏതായാലും അതൊരു മനോഹരമായ വ്യൂ തന്നെയാണ്. പിന്നെ ഈ ബീച്ചുകളുടെ സെപ്പറേറ്റ് വ്യൂവും നല്ല മനോഹരമായ കാഴ്ചയാണ്.
ഇനി ഫുക്കറ്റിലെ രാത്രി കാഴ്ചകളാണ്. ഈ കാണുന്നത് പട്ടോങ് ബീച്ചിലേക്കുള്ള ഒരു വാക്കിംഗ് സ്ട്രീറ്റാണ്. നമ്മളങ്ങനെ പട്ടോങ് ബീച്ചിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ എൻട്രിയിലേക്ക് എത്തിയിട്ടില്ല. അല്പസമയത്തിനുള്ളിൽ നമ്മൾ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. കുറച്ചു നേരം നടന്നതിന് ശേഷം നമ്മളങ്ങനെ പട്ടോങ് ബീച്ചിൻ്റെ എൻട്രി പോയിന്റിലെത്തിയിരിക്കുകയാണ്. ഇതൊരു രാത്രിയാകുമ്പോൾ ഒരു വാക്കിംഗ് സ്ട്രീറ്റായി മാറുകയും പകല് സാധാരണ പോലെ വാഹനം ഗതാഗതമുള്ളൊരു സ്ഥലമാണ്. രാത്രിയാകുമ്പോൾ പോലീസ് വന്ന് ഇതുപോലെ റോഡ് അടച്ചു വെച്ചിട്ട് ആളുകൾക്ക് വാക്കിങ്ങിന് വേണ്ടി മാത്രം ആക്കി മാറ്റും. ഇതങ്ങനെ ഒരു വാക്കിംഗ് സ്ട്രീറ്റായി യൂസ് ചെയ്യാം. വൈകിട്ട് മുതൽ നേരം വെളുക്കുന്ന വരെ ആക്റ്റീവായിരിക്കുന്ന ഒരു സ്ട്രീറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് നേരം അതിൽ നടന്ന് തിരികെ പോന്നു. നാളെ ധാരാളം ടൂർ പ്രോഗ്രാമുകളുള്ളതുകൊണ്ട്. ഗുഡ് മോർണിംഗ്. നമ്മുടെ ഇന്നത്തെ പ്ലാൻ ഫിഫി ഐലൻഡിലേക്ക് ഒരു സ്പീഡ് ബോട്ട് ട്രിപ്പാണ്. നമ്മളങ്ങനെ സ്പീഡ് ബോട്ടിൽ കയറിയിരിക്കുകയാണ്. സ്പീഡ് ബോട്ടിലൊരു ഗൈഡ് ഉണ്ട്. ആ ഗൈഡ് ടൂറിൻ്റെ കാര്യങ്ങൾ വിശദീകരിച്ച് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ കൂടാതെ വേറെയും കുറേ ആൾക്കാരുണ്ട്. ഫിഫി ഐലൻഡിലേക്കുള്ള യാത്രാമധ്യേ കൈനോക്ക് എന്നുള്ളൊരു ഐലൻഡിൽ നമ്മളെ സ്റ്റോപ്പിൽ നിർത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് ബോട്ട് മാറിക്കയറി വേണം നമുക്ക് ഫിഫി ഐലൻഡിലേക്ക് പോകാൻ. ഇത് വളരെ ചെറിയൊരു ഐലൻഡാണ്. ഏകദേശം ഐലൻഡ് എന്ന് പറയാൻ പറ്റില്ല, ഒരു തുരുത്ത് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ വെള്ളം നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ മനോഹരമായൊരു ദൃശ്യമാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടിയത്. അങ്ങനെ കൈനോക്ക് ഐലൻഡിൽ നിന്ന് നമ്മൾ ഫിഫി ഐലൻഡിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അവിടെ എത്തിച്ചേരും എന്നാണ് നമ്മുടെ ബോട്ടിൻ്റെ ക്യാപ്റ്റൻ പറയുന്നത്. ഏതായാലും ബോട്ട് ഇപ്പോൾ അല്പം പതുക്കെയാണ് പോകുന്നത്. തീരത്തിനോട് അടുപ്പിക്കാനുള്ള പരിപാടികളാണെന്ന് തോന്നുന്നു. ഒരു 1.25 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം നമ്മളങ്ങനെ ഫിഫി ഐലൻഡിൽ എത്തിയിരിക്കുകയാണ്. വെള്ളം നിങ്ങൾക്ക് കാണാവുന്ന പോലെ തന്നെ തായ്ലൻഡിൽ എവിടെ പോയാലും അതേന്ന് തോന്നുന്നു. വെള്ളം നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആണ്. നല്ല വൃത്തിയുള്ള ഒരു ബീച്ചുമാണ്. നമ്മളെപ്പോലെ തന്നെ ധാരാളം ബോട്ടുകൾ വേറെയും വന്നിട്ടുണ്ട്. അങ്ങനെ ഇവിടെ നിന്ന് റെസ്റ്റോറൻറ്റുകളുണ്ട്. അവിടെ നമ്മൾ ഭക്ഷണം കഴിച്ചു. ഭക്ഷണം കഴിച്ചിട്ട് വേറൊരു ദ്വീപിലേക്ക് പോകാനുള്ള പരിപാടിയിലാണ്. വേറൊരു ദ്വീപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെറും ദ്വീപല്ല, ഒരു ദ്വീപിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ഉൾക്കടൽ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങോട്ട് കയറ്റി ബോട്ട് പാർക്ക് ചെയ്യുന്നുണ്ട്. സ്റ്റോപ്പ് ചെയ്ത് അവിടെ വെയിറ്റ് ചെയ്യും. നമുക്ക് വേണമെങ്കിൽ അവിടെ ഇറങ്ങാം എന്നാണ് ഗൈഡ് പറയുന്നത്. അങ്ങനെ നമുക്ക് ലൈഫ് ജാക്കറ്റൊക്കെ കിട്ടി. വെള്ളത്തിലിറങ്ങി. ഏതായാലും നിങ്ങൾക്ക് കാണാം വെള്ളം നല്ല ക്ലിയർ ആയിട്ടുള്ള വെള്ളമാണ്. വെള്ളത്തിന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളവിടെ ഇറങ്ങി. അതുപോലെ തന്നെ അവിടെ സേഫാണ് ഇറങ്ങി സ്വിം ചെയ്യുന്നതെന്ന് ഗൈഡ് പറഞ്ഞു. ഏതായാലും നമ്മളവിടെ ഇറങ്ങി. നമ്മളെപ്പോലെ ഒരുപാട് ആൾക്കാർ വേറെയുണ്ട്. ഏതായാലും നമ്മൾ കുറച്ച് നേരം കൂടി ഇവിടെ നിൽക്കാൻ തീരുമാനിച്ചു.
വേറെ ഒരു ചെറിയ ബോട്ടിൽ കയറി ബോട്ടിലുണ്ടായിരുന്ന ഗൈഡിൻ്റെ കൂടെ ഒരു യാത്രയ്ക്ക് പോയിരിക്കുകയാണ്. ആ കാണുന്നത് സേറ ചെറിയൊരു ഫൈബർ ബോട്ടിൽ വേറൊരു സ്ഥലത്തേക്ക് പോകുന്നതാണ്. ഏതായാലും ഗൈഡ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സേറയ്ക്ക് ഏതായാലും വലിയ സന്തോഷമായി. ഇത് വേറൊരു ദ്വീപാണ്. ഇവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ട്, അത് കാണാമെന്ന് പറഞ്ഞ് നമ്മൾ നടക്കുകയാണ് ഗൈഡിൻ്റെ ഒപ്പം. ഇതാണ് ആ വ്യൂ പോയിന്റ്. വ്യൂ പോയിന്റിൻ്റെ അവിടെ നിന്ന് നമുക്ക് നോക്കിയാൽ നമ്മൾ വന്ന വഴികളൊക്കെ കാണാൻ പറ്റും. ഏകദേശം നമ്മൾ വന്ന വഴികളൊക്കെ തന്നെയാണ്. ഏതായാലും മനോഹരമായൊരു ബീച്ചാണ്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇറങ്ങി കുളിക്കാനുള്ള സൗകര്യങ്ങളുണ്ടെന്നാണ് ഗൈഡ് പറഞ്ഞത്. ഏതായാലും നമ്മളവിടെ ഇറങ്ങിയില്ല, നമ്മൾ തിരിച്ചു പോന്നു. നാളെ നമുക്ക് വേറെ ഒരു ടൂർ പാക്കേജ് ഉണ്ട്. ക്രാബി എന്ന് പറഞ്ഞൊരു സ്ഥലത്താണിത്. ഏതായാലും നമുക്ക് ബാക്കി നാളെ. നമ്മളിപ്പോൾ ഉള്ളത് ക്രാബിയിലാണ്. ഇന്നും ഒരു ഐലൻഡ് ടൂറാണുള്ളത്. ഏതായാലും നമ്മൾ ബോട്ടിലേക്ക് കയറാൻ വേണ്ടി അതിനടുത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ബോട്ട് നമുക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് അറിഞ്ഞത്. മരം കൊണ്ടുണ്ടാക്കിയ ഒരു ബോട്ടാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഏതായാലും നമുക്ക് പോയി നോക്കാം. ഏതായാലും നമ്മൾ നടന്ന് കടലിനോട് അടുത്തുള്ള സ്ഥലത്തെത്തിയിട്ടുണ്ട്. നമ്മുടെ ബോട്ട് ഇനി വരണം, അതിനുവേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. അങ്ങനെ നമ്മുടെ ബോട്ട് എത്തിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബോട്ട്. നമ്മൾ ഓരോരുത്തരായി ബോട്ടിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയൊരു ബോട്ടാണ് മരം കൊണ്ടുണ്ടാക്കിയത്. അങ്ങനെ ബോട്ട് പതിയെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നിൽ തീരം നമുക്ക് കാണാം. ബോട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇടയ്ക്ക് 1-2 ഐലൻഡുകൾ സന്ദർശിച്ചു. പക്ഷേ അതിലൊന്നും കാര്യമായ ദൃശ്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിതിൽ ആഡ് ചെയ്യാത്തത്. ഏതായാലും നമ്മളൊരു ഐലൻഡിലേക്ക് പോയി അവിടെ ഒരു 1-1.5 മണിക്കൂർ നമുക്ക് സമയം തരാമെന്ന് ഗൈഡ് പറഞ്ഞിട്ടുണ്ട്. അവിടെ സ്നോർക്കലിങ്ങും അതുപോലെയുള്ള പരിപാടികളൊക്കെ ഉണ്ടെന്നാണ് അറിഞ്ഞത്. പോയി നോക്കാം. ഏകദേശം 1.5 മണിക്കൂറോളം നമ്മൾ ബോട്ടിൽ ഇരുന്നിട്ടുണ്ടാവും. 1-2 ഐലൻഡിൽ ഇറങ്ങും. എല്ലാം കൂടെ ചേർത്ത് ടോട്ടൽ യാത്ര ഒരു 1.5 മണിക്കൂറായി കാണും. നമ്മളങ്ങനെ ഇടയ്ക്കുള്ള ഒരു ഐലൻഡിൽ എത്തിയിരിക്കുകയാണ്. ഇത് നമ്മളൊരു ഫുൾ ഡേ പാക്കേജാണ്. വൈകിട്ട് ഒരു ഡിന്നർ പ്ലസ് ഒരു ക്യാമ്പ് ഫയർ അങ്ങനെയൊക്കെ ഉണ്ടെന്നാണ് ഇവർ പറഞ്ഞത്. ഏതായാലും ഇതിന് മുമ്പുള്ള ഒരു ദ്വീപാണ്. നമ്മളവിടെ കുട്ടികളൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ട് അവരൊരു സ്നോർക്കലിങ്ങിൻ്റെ മറ്റേ ഗ്ലാസും ഒരു പൈപ്പൊക്കെ തന്നിട്ടുണ്ട്. അത് വെച്ച് നമ്മൾ സ്നോർക്കലിംഗ് ചെയ്യുന്നു. ഏതായാലും അതിന് അടിയിൽ ചെറിയ ചെറിയ മീനുകളൊക്കെ ഉണ്ട്, വളരെ കളർഫുള്ളായിട്ടുള്ള. അതായാലും നല്ലൊരു അനുഭവമാണ്. അങ്ങനെ നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷനായ ദ്വീപിലെത്തിയിരിക്കുകയാണ്. സമയം ഏകദേശം വൈകിട്ടായി. അപ്പോൾ ബീച്ചിൽ ധാരാളം ആളുകളുണ്ട്. ഇവിടെയാണ് നമുക്ക് ഡിന്നർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമുക്കതിലും ഡിന്നർ കഴിക്കാനുള്ള സമയമായിട്ടില്ല. ഡിന്നർ കഴിക്കാൻ ഉള്ള സംവിധാനങ്ങൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുള്ളൂ എന്നാണ് അറിയാൻ കഴിഞ്ഞത്. നമുക്ക് വെയിറ്റ് ചെയ്യാം.
നമ്മുടെ പാക്കേജിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു കലാപരിപാടിയാണിത്. ഒരു കലാകാരൻ ഫയർ ഡാൻസ് അവതരിപ്പിക്കുകയാണ്. ക്യാമ്പ് ഫയർ അല്ല, ഫയർ ഡാൻസ് ആണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത് ഓൾറെഡി. ഏതായാലും അദ്ദേഹം മനോഹരമായിട്ട് ചെയ്യുന്നുണ്ട്. നല്ലൊരു കാഴ്ച തന്നെയാണ്. സമയം ഏകദേശം സന്ധ്യയായി. ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ടൂർ പാക്കേജ് അവസാനിച്ചു. ഇനി നമ്മൾ ഡിന്നർ കഴിച്ചിട്ട് തിരിച്ചു പോകുന്നു.